ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷ പ്രവർത്തകരിൽ നിന്നെല്ലാം CPM അകന്നുപോയെന്ന വിമർശനവുമായി ഇടത് സഹയാത്രികനും ചരിത്രകാരനുമായ KKN കുറുപ്പ്. മലബാർ എഡ്യൂക്കേഷൻ മൂവ്മെന്റിന്റെ പ്രചരണാർത്ഥം മസ്കത്തിലെത്തിയ അദ്ദേഹം ഗൾഫ് മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു. ഭരണവിരുദ്ധ വികാരവും പിണറായി വിരുദ്ധതയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്നും കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായി അവർ തന്നെ വോട്ട് രേഖപ്പെടുത്തിയെന്നും KKN കുറുപ്പ് പറഞ്ഞു. ന്യൂനപക്ഷങ്ങളിൽ നിന്നല്ല, ഇടതുപക്ഷ പ്രവർത്തകരിൽ നിന്ന് തന്നെ, ഇന്റലക്ച്വൽസിൽ നിന്ന് അകന്നുപോയി. ഭരണവിരുദ്ധ വികാരമാണ് രണ്ടും കൂടി. തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായെന്നാണ് KKNന്റെ വിലയിരുത്തൽ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾ അസംബന്ധമായിരുന്നുവെന്നും അദ്ദേഹം തുറന്നടിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നതിലും കടുത്ത അതൃപ്തിയാണ് അദ്ദേഹം പങ്കുവച്ചത്. കോൺഗ്രസിൽ അധികാര മത്സരമാണ് നടക്കുന്നത്. പട നയിച്ചവൻ തന്നെ നാടു ഭരിക്കട്ടെ എന്ന VD സതീശന് അനുകൂലമായ സോഷ്യൽ മീഡിയ വിധിയെഴുത്തിനോട് തനിക്ക് യോജിപ്പില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് സർക്കാർ അധികാരത്തിലേറിയത് താരാരാധനയുടെ പ്രതിഫലനമാണെന്നും KKN വിലയിരുത്തുന്നു. അതേസമയം മലപ്പുറം വിഭജിച്ച് തിരൂർ ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന സബ് കളക്ടർ ദിലീപ് കൈനിക്കുളങ്ങരയുടെ അഭിപ്രായം സാമൂഹ്യശാസ്ത്രജ്ഞനായ തന്റേതു കൂടിയാണ്. സബ് കളക്ടറെ അഭിനന്ദിക്കുന്നതായും ദുർബല വിഭാഗങ്ങളുടെ മോചനത്തിന് ഇത് അനിവാര്യമാണെന്നും KKN വിശദമാക്കി. തിരൂര് വേണം, തിരൂർ അങ്ങാടിയല്ല, തിരൂര്. പക്ഷെ ചരിത്രകാരൻ കാണുന്ന ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചുകൊണ്ട് ഏറ്റവും ദുർബലമായിട്ടുള്ള വിഭാഗങ്ങളെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ. ചരിത്രകാരൻ എന്ന നിലയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അടിസ്ഥാനമാക്കിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള ധൈര്യം UDF സർക്കാരിനുണ്ടെന്ന് കരുതുന്നതായും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. ഗൾഫ് മാധ്യമം, മസ്കത്ത്.